കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞുള്ള ഒരു സിനിമ, അതിൻ്റെ മെയിൻ ക്യാപ്ഷൻ അതാണ്. അത് ഇറക്കുന്നതായിട്ട് അറിഞ്ഞു. അതിൻ്റെ ടീസർ കാണുകയൊക്കെ ചെയ്തു. കണ്ടു കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ കാണാനൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അത് വിവരക്കേടാണ് കാണിക്കുന്നതെന്നുള്ളത് അതിൽ നിന്ന് തന്നെ കണ്ടാൽ അറിയാം. ചോര വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ചിലവന്മാരുടെ ഒരുക്കമാണത്. അപ്പോൾ ഇതിൻ്റെ ഏതായാലും ഇതിനെക്കുറിച്ച് എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചാൽ ഇതുവരെ കോടതി കിടക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇന്ന് അതിനൊരു ഓർഡർ, ഒരു ഉത്തരവ്, ഒരു ഇടക്കാല ഉത്തരവ് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇനി അത് പറയാതിരിക്കുന്നത് മോശമാണ്. ഇതിൻ്റെ പേരെന്ന് ആലോചിച്ചോളൂ, കേരള സ്റ്റോറി 2. പണ്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറങ്ങി. അത് തന്നെ യഥാർത്ഥത്തിൽ റിലീസ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അന്ന് അതിനെ ചോദ്യം ചെയ്തപ്പോൾ കോടതികളൊക്കെ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തോ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ ജാനകി എന്നൊരു സിനിമയ്ക്ക് പേരിട്ടതിന് വളരെ പ്രശ്നമായ നാടാണ്. അതിന് കുഴപ്പമില്ല. അത് ഉടനെ അതിൻ്റെ പേര് മാറ്റാൻ കോടതിയൊക്കെ പറഞ്ഞു, പിന്നെ പേര് മാറ്റി. അപ്പോൾ ഇത് ജാനകി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സീതയുടെ പേരാണ്. അതുകൊണ്ട് സീതാദേവിയെ ആക്ഷേപിക്കുന്ന രീതിയാവും. അത് ഞങ്ങൾക്ക് വളരെ മൈത്രിക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ പരിപാടികളാണ് അത് ഇറക്കിയത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന് ഇത് ഭൂഷണമാണോ ഇങ്ങനെയുള്ള സിനിമയൊക്കെ ആകാം, ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും മതത്തിനെ ആക്ഷേപിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. അത് മതമൈത്രി നിലവിലിരിക്കുന്ന ഒരു നമ്മുടെ യഥാർത്ഥ രാജ്യം ആ രീതി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ഇവിടെ ഇല്ല. അത് വേറെ കാര്യം. കാരണം ഇവിടെ ചുമ്മാ ആളുകളെ ബീഫ് കൊണ്ടുപോയെന്നും പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന നാടാണ് നമ്മുടെ നാട്. ആട്ടിറച്ചി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരാളെ ഒരു മുസ്ലിം ആയത് ഒറ്റ കാരണം കൊണ്ട് അത് ബീഫാണെന്നും പറഞ്ഞ് തല്ലിക്കൊന്നു. പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ആട്ടിറച്ചിയായിരുന്നെന്ന്. അയാളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ ഈ തല്ലിക്കൊന്നവന്മാർക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതിനൊന്നും ഇവിടെ ഇത് വലിയ വിലയൊന്നും ഉള്ളതല്ല. എന്നാലും കേരളത്തിൽ ഇങ്ങനല്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. ബാക്കി നോർത്ത് ഇന്ത്യയിലെ കാര്യമൊക്കെ ഞാൻ വിടുകയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് ഇനി കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഇത് എടുക്കുമ്പോൾ അപ്പോൾ അത് ഇവിടെ ലവ് ജിഹാദ് നിന്നിരുന്നെന്നും ആ ലവ് ജിഹാദിൻ്റെ അനന്തരഫലമായിട്ട് ആളുകളെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അവരെ കൊണ്ട് ബീഫ് തീറ്റിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ബീഫെന്ന് പറയുന്ന സാധനം മുസ്ലിങ്ങൾ മാത്രം ഒന്നുമല്ല കഴിക്കുന്നത്. ബീഫ് വളരെ ഇഷ്ടമായിട്ട് പോയി കഴിക്കുന്ന എത്രയോ ആളുകളെ എനിക്കറിയാം. അത് മുസ്ലിങ്ങളൊന്നും അല്ലത്, ഹിന്ദു സഹോദരങ്ങളൊക്കെ ധാരാളം കഴിക്കും. ക്രിസ്ത്യാനികൾ ബീഫ് കഴിക്കത്തില്ലേ? ഇഷ്ടം പോലെ കഴിക്കുമല്ലോ. അപ്പോൾ ഇതിനകത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ബീഫ് കഴിക്കുന്നു, അതായത് മതം മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകുന്നു, എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ആ ടീസറിനകത്തൊരു പ്രമേയം വന്നത് കണ്ടത്. അപ്പോൾ അത് കേരള സ്റ്റോറി എന്നാണ് പേര് ഇട്ടേക്കുന്നത്. അപ്പോൾ തട്ടമൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് മുഖം പലതിൻ്റെ നല്ലൊരു ഭാഗം മറച്ചേക്കുന്നത് കാരണം ഇതാരാ എന്താണെന്നൊന്നും അറിയുകയല്ല. അപ്പോൾ ഇത് എന്താണെന്നറിയാം. അവസാനം ഇതിനെക്കുറിച്ച് ഡൽഹിയിൽ ഇതൊരു സംവാദമായപ്പോഴത്തേക്ക് ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും എല്ലാം കൂടെ ചേർന്ന് ഡൽഹിയിൽ ഇത് ഒരു 37 പെണ്ണുങ്ങളെ, അതായത് ലവ് ജിഹാദിന് ഇരയായ ആളുകളാണ്, അവർ കൊണ്ടുവന്നു. അവർ ഒരൊറ്റ എണ്ണം അത് കേരളത്തിൽ നിന്നുള്ളതല്ല, മലയാളിയല്ല, ഒരൊറ്റ എണ്ണം പോലും. എന്നിട്ട് പേരിട്ടേക്കുന്നതോ കേരള സ്റ്റോറി എന്ന് വെച്ചാൽ ഈ കേരളത്തിലുള്ളവരെല്ലാം ഇതാണ് വൃത്തികെട്ടവന്മാരാണ്, ഇവിടെ ഇതാ നടക്കുന്നത് എന്നൊന്ന് കാണിക്കണം. കേരളത്തിന് ഇങ്ങനെ താറടിച്ച് കാണിക്കേണ്ട കാര്യം ഇവന്മാർക്ക് എന്താ ഉള്ളത്? ഇവനൊക്കെ ഇടട്ടെ, എന്നിട്ട് പറയുക അത് മധ്യപ്രദേശിലും മറ്റേ രാജസ്ഥാൻ യു പിയിലും ഒക്കെ നടക്കുന്നതാണ്. മധ്യപ്രദേശ് സ്റ്റോറിന്ന് പേരിട്ടുള്ളൂ, അല്ലെ ഡൽഹി സ്റ്റോറിന്നോ അല്ലെങ്കിൽ ഹരിയാന സ്റ്റോറിന്നോ അല്ലെ രാജസ്ഥാൻ സ്റ്റോറിന്നോ യു പി സ്റ്റോറിന്നോ ബീഹാർ സ്റ്റോറിന്നോ ഒക്കെ പേരിട്ടുള്ളൂ. ഒരു പ്രശ്നമില്ല. കേരള സ്റ്റോറിന്ന് എന്തിനായിരുന്നു ഇപ്പോൾ കേരള സ്റ്റോറി 2 പേരിടുന്നത്? കേരളത്തിൽ താമസിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുക, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ തന്നെ ആക്ഷേപിക്കുക. കാരണം ഇതൊരു BJP ഇതര സംസ്ഥാനമാണല്ലോ. ഇവിടെ BJPക്ക് ക്ലച്ച് പിടിക്കുകയില്ല എന്നുള്ളത് അറിയാം. ഇനി ആയാലും ഇലക്ഷൻ കഴിയട്ടെ, ഒരിക്കലും BJPക്ക് ഇവിടെ ഭരിക്കാൻ പറ്റത്തില്ല. ചിലപ്പം 1-2 സീറ്റ് ചിലപ്പോൾ കിട്ടിയാലായി എന്നുള്ളതേ ഉള്ളൂ.
അത് ഇല്ലാതിരിക്കാനാണ് സാധ്യത കൂടുതലും. പക്ഷേ ഇതിന് ഈ പേര് ഇതെന്ത് ഇടുന്നു? അപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഇത് വന്നു. ഇത് 2 കാര്യങ്ങളാണ് അവിടെ ഉന്നയിച്ചത്. ഒന്ന്, ഇതിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ളതാണ്. ഇത് മറ്റൊരു മതത്തിനെ ആക്ഷേപിക്കാനുള്ള മാർഗമാണ്, മതവൈരം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ്. പിന്നെ കേരളത്തിൻ്റെ പേര്, കേരളമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിന് കേരളത്തിൻ്റെ പേരിടേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതി പറഞ്ഞു ശരിയായിട്ടാണ്, അത് ഞാൻ കണ്ടു നോക്കാം. അപ്പം കോടതിയെ കാണിക്കാൻ പാടില്ല, നിർമ്മാതാവ് പറയുന്നത്. കോടതി അത് കാണേണ്ട കാര്യമൊന്നുമില്ല, സെൻസർ ബോർഡ് കണ്ടതാണ്. സെൻസർ ബോർഡ് എന്ത് തോന്നിവാസവും കാണിച്ചതിന് ശേഷം ഇവിടെ അത് ചോദ്യം ചെയ്യാൻ പാടില്ലേ? സെൻസർ ബോർഡിനെ തിരുത്താനുള്ള അധികാരമുള്ളതാണ് കോടതിക്ക്. അപ്പോൾ സെൻസർ ബോർഡിൽ എന്ത് അനാവശ്യം കാണിച്ചാലും അത് സെൻസർ ബോർഡ് കാണിക്കുന്നത് തിരുത്താൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തിരുത്തണം, അത് കോടതിയുടെ ജോലിയാണ്. സെൻസർ ബോർഡ് ആ ആണോ ശരിയാണോ ഇത് ചെയ്തേക്കുന്നത്? സെൻസർ ബോർഡ് ഇപ്പോൾ പറഞ്ഞല്ലോ കോടതി, സെൻസർ ബോർഡ് അത് പുനരാരോപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ സെൻസർ ചെയ്തത്. അത്ര വിവരക്കേടാണ് ഇത് കാണിച്ചേക്കുന്നത്. ഒരു പെൺകുട്ടിയെ അത് ഹിന്ദുവാണെന്നും അതിനെ ലവ് ജിഹാദ് മുഖാന്തരം വിവാഹം കഴിച്ചതാണെന്നും അതിനെ കെട്ടിത്തള്ളിയിട്ട് അതിൻ്റെ വായിൽ കുത്തി കയറ്റുകയാണ് ബീഫ്. കണ്ടാൽ സങ്കടം തോന്നും ബീഫ് ഇങ്ങനെ കുത്തി കയറ്റുന്നത്. കാരണം അത് ബീഫ് എന്ന് പറയുന്നതിന് വലിയ മാർക്കറ്റാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോക്കിക്കോളൂ, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ചിക്കൻ, മട്ടൺ, ബീഫ് ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നു നോക്കട്ടെ, ആദ്യം തീരുന്ന സാധനം എന്തോന്നറിയാമോ? ബീഫാണ്. നേരെ മട്ടണൊന്നുമല്ല. മട്ടണൊന്നും ആൾക്ക് താല്പര്യമില്ല. ആൾക്ക് ഏറ്റവും വേണ്ടത് ബീഫാണ്. അതെല്ലാവരും കഴിക്കും. അത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, ബാക്കി ആളുകൾ എല്ലാവരും കഴിക്കുന്നതാണ് ബീഫ്. ഒരു രാഷ്ട്രീയ നേതാവ് പണ്ടത് BJPയുടെ ആരും അല്ലാതിരുന്ന കാലത്ത് പറഞ്ഞു, ഞാൻ ബീഫ് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് BJP ആയിക്കഴിഞ്ഞപ്പോൾ അയാളുടെ ഇതങ്ങ് മാറിയിട്ട് ഞാൻ ബീഫ് കഴിക്കത്തില്ല, ബീഫ് കഴിച്ചിട്ടേ ഇല്ലെന്നായി. അപ്പോൾ പഴയതെടുത്ത് കാണിക്കുമ്പോൾ മിണ്ടത്തില്ലല്ലോ, ഒന്നും പറയാൻ ഒക്കത്തില്ല. ഇതുണ്ട്, രണ്ടും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അയാൾ കഴിക്കുമെന്ന് പറഞ്ഞതും ഇപ്പം കഴിക്കത്തില്ലെന്ന് പറഞ്ഞതും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും. ഇതാണ് രാഷ്ട്രീയം. അതായിക്കോളൂ, നിങ്ങളൊക്കെ ചെയ്തോളൂ. പക്ഷേ ആളുകളെ തമ്മിലടിച്ച് ചോര കുടിക്കേണ്ട കാര്യമുണ്ടോ? ഈ നിർമ്മാതാവിൻ്റെ ഉദ്ദേശം അത് മാത്രമാണ്. ഇത് ചില്ലറ ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാൻ മാത്രം ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇത് എന്ത് മെസ്സേജാണ് ഇതിൽ നിന്ന് കൊടുക്കുന്നത്? ആൾക്ക് എന്ത് മെസ്സേജാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഇതുപോലെ ഈ കെട്ടിത്തള്ളിയിട്ട് ഈ കൊച്ചിന് ഈ ബീഫ് കൊടുത്തത് ഇത് പറഞ്ഞാലും ഞാൻ ബീഫ് കഴിക്കത്തില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും കഴിക്കത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഇത് വെക്കത്തുമില്ല, ഈ പാചകം ചെയ്യത്തില്ല, എൻ്റെ മക്കൾ കഴിക്കും ബീഫ്, കൊച്ചുമക്കൾക്കും ഒക്കെ ഇഷ്ടമാണ്, അവരൊക്കെ കഴിക്കും. അവരുടെ സുഹൃത്തുക്കൾ, ബാക്കിയുള്ള ഒരുപാട് സുഹൃത്ത് വലയമുണ്ട് അവർക്ക്, അതിലുള്ള മറ്റ് ഇതര മതസ്ഥരൊക്കെ കഴിക്കും ബീഫ്. അത് എനിക്ക് പ്രശ്നമല്ല. ഇത് പാചകം ചെയ്യുന്നിടത്തും ഞാൻ പോകത്തില്ല. കാര്യം ഇപ്പോൾ ഞാൻ അവിടെ ചെന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കും, എനിക്കിതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അവർഷനാണ്. അവർഷൻ എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ആയിപ്പോയി. ഞാൻ കഴിച്ചിട്ടില്ല, ഇനി ഒട്ട് കഴിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞാനത് കഴിക്കാൻ പോയാൽ അത് കണ്ടാൽ പോലും ഞാൻ ഛർദ്ദിക്കും, എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ വേറെ ആരും കഴിക്കരുതെന്ന് എനിക്കൊരു വാശിയില്ല. കഴിക്കണ ഇഷ്ടമുള്ളവർ അവരവർ കഴിക്കട്ടെ. എൻ്റെ മക്കൾ കഴിച്ചെന്നും പറഞ്ഞ് അവരെ വീട്ടിൽ കയറ്റാതിരിക്കത്തൊന്നുമില്ല, അത് ഒന്നും ഒരു കുഴപ്പമില്ല, അവർ കഴിക്കാം. അവർക്ക് അത് അവരെ വീട്ടിൽ വെച്ച് കഴിച്ചാണ്. ഇവിടെ വെച്ച് കൊടുക്കാൻ ഒക്കത്തില്ല, ഇവിടെ ആ ഇടപാടില്ല. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ കൊടുക്കത്തുമില്ല. അപ്പോൾ ഞാൻ കഴിക്കാത്തൊരു സാധനം വേറെ കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുക്കുകയില്ല. അപ്പോൾ ഇത് എന്താണെന്നറിയോ, ഇനി ഈ ബീഫ് ഈ കൊച്ചിൻ്റെ വായിൽ ഇങ്ങനെ കുത്തിക്കയറ്റുമോ? ഇത് എന്തൊരു മാർക്കറ്റുള്ള സാധനമാണ്, ഇതിങ്ങനെ നശിപ്പിക്കാനുള്ളതാണെന്നോ? അതിന് വേണ്ടെങ്കിൽ കൊടുക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. അതിന് പകരം ഇതിന് ബീഫ് വായി കുത്തിക്കയറ്റി കൊടുക്കുക. അപ്പം കഷ്ടം. അതിൻ്റെ കൂടെ ശലം പൊറോട്ടയും കൂടെ കുത്തിക്കയറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിനത് അല്പമെങ്കിലും രുചികരമായിട്ട് ബീഫും പൊറോട്ടയാണ് ഏറ്റവും വലിയ കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ അത് കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിച്ച ഏതെങ്കിലും അതും കൂടെ ഒന്ന് കുത്തിക്കയറ്റി കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാണിച്ചപ്പോൾ. അത് കാണിച്ചിട്ടില്ല. ഏതായാലും കോടതി ഈ സിനിമ കാണുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. കാരണം കണ്ടാലെന്താ, ഇതിനെ സെൻസർ ചെയ്തേക്കുന്നത് തെറ്റാണ്. സെൻസർ ബോർഡിനെ ആദ്യം നിശ്ചിതമായിട്ട് വിമർശിക്കും, അത് സമ്മതിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സെൻസർ ബോർഡ് പറഞ്ഞാണെന്നോ കോടതി പറയേണ്ടത്? അയാൾ പറഞ്ഞ കോർട്ടലക്ഷ്യമാണ് സത്യവാങ്മൂലം കൊടുത്തു, അവിടെ കൊടുത്തു, അവിടെ അത് CMB ഫയൽ ചെയ്തു. അത് അവിടെ കോടതി കാണണ്ടെന്ന് സിനിമ. കോടതിയല്ല പിന്നെ ആരാ കാണണ്ടേ? കോടതി കണ്ടിട്ട് വേണ്ടേ തീരുമാനിക്കാൻ. ജാനകി എന്ന് പറയുന്ന സിനിമ പേര് മാറ്റാൻ കോടതി കണ്ടല്ലോ. ഇതിൻ്റെ കാണാൻ പറ്റത്തില്ലല്ലേ? കാരണം എന്താ, ഇത് കണ്ടാൽ വിവരക്കേട് മനസ്സിലാവും, തിരിച്ചറിയും.
ടീസറിൽ ഇത്രയും വരാമെങ്കിൽ സിനിമയ്ക്കകത്ത് എന്തൊക്കെ കാണും? പല സംഭവങ്ങൾ കോർത്തിണക്കി ഉണ്ടാക്കിയത്. ഇയാളെ കോർത്തിണക്കിയത് കോടതിക്കൊന്ന് കണ്ടൂടെ? കോർത്തിണക്കിയത് ഏതായാലും ഇപ്പോൾ കാര്യം നടന്ന് നാളെ അത് 27-ാം തീയതി റിലീസ് ചെയ്യായിരുന്നതാണ്. 2 ആഴ്ചത്തേക്ക് കോടതി റിലീസ് അങ്ങ് തടഞ്ഞു. കാരണം കോടതി സിനിമ കാണണ്ടെന്ന് പറഞ്ഞല്ലേ. കോടതിക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല, സിനിമ കണ്ട് ആസ്വദിക്കാനൊന്നുമല്ല. ആ ജഡ്ജിക്ക് ഇത് ഈ നട്ടലോടുകൂടി തന്നെ ഒരു ഉത്തരവ് പറഞ്ഞു. വളരെ നല്ലതാണ്, അന്തസ്സുള്ളതാണ്. ജസ്റ്റിസ് ബച്ചു കുര്യൻ്റെ ഓർഡറാണ് വന്നേക്കുന്നത്. അതിന് അത് സാമൂഹ്യ നന്മ മുൻനിർത്തിയാണ് ചെയ്തേക്കുന്നത്. മതേതരത്വം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്. മതേതരത്വത്തിനെതിരെ മതസ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നതാണ് എന്നുള്ള ഓബ്സർവേഷനോടുകൂടി കോടതി അത് മാറ്റി. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കാണിച്ചോട്ടെ. പക്ഷേ ബീഫ് ടിക്കറ്റും ഒക്കെ ചെയ്തിട്ട് കേരള സ്റ്റോറി എന്നുള്ള പേരങ്ങ് വേണ്ട, കേരളം എന്നുള്ള പേര് ഉപയോഗിക്കേണ്ട. ഞാനും ഇവിടെ കേരളത്തിൽ താമസിക്കുന്നവനാണ്, എനിക്ക് നാണക്കേടാണ്. ഇത് കേരളത്തിൽ ഇതാണ് നടക്കുന്നത് എന്ന് മറ്റ് ആളുകളെ, ഇന്ത്യയിലെ ജനങ്ങളെയെങ്കിലും കാണിക്കുമല്ലോ. വിദേശത്തുമൊക്കെ പോകും ഈ സിനിമ. ഇതിൻ്റെ പുറകിൽ ചക്രമാണ് ആവശ്യം, പണം. ഈ പണം എന്ന് പറയുന്നത് വല്ലവൻ്റെ ചോര വിറ്റ് ഇതിലുമൊക്കെ എത്രയോ നല്ലതാണ് പിച്ചാത്തി എടുത്തുകൊണ്ട് റോഡ് നിൽക്കുന്നത്. കാരണം വല്ലവൻ്റെയും കഴുത്തെ കത്തി വെച്ചിട്ട് പണം വാങ്ങിക്കുന്നത് അതല്ലേ നല്ലത്? ഇങ്ങനെ ആളുകളെ തമ്മിലടിപ്പിക്കുന്നതിനേക്കാളും നല്ലത്, ആളുകളെ ആക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലത്. കേരളീയരെല്ലാം ഇതിന് മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ കുറച്ച് പേരൊക്കെ ഇതിന് BJP-ക്കാരുമൊക്കെ അതിലെന്താ കാണിച്ച കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മുതിർന്ന ആക്കളൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല കാണിക്കുന്നതിന്, കാണിക്കാം, പക്ഷേ ഞാൻ കാണത്തില്ല സിനിമ. അയാൾക്കൊന്നും കാണാൻ ഒക്കത്തില്ലത്, അത് അറിയാം. അല്പമെങ്കിലും ബോധമുള്ളവന്മാർ അങ്ങനെ പറയുള്ളൂ. ഏതായാലും ഇപ്പോൾ കോടതി ഇത് എൻ്റെ റിലീസിങ് തൽക്കാലത്തേക്ക് തടഞ്ഞേക്കാണ്. അത് നല്ലൊരു കാര്യമാണ്, അന്ന് അറിയട്ടെ.